ഇനി ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചയിലേക്ക് കൂടിയാണ്. INS വിക്രാന്തിൽ ദീപാവലി ആഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കെ പ്രധാനമന്ത്രി ഇന്ന് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ രാജ്യത്തോട് പറഞ്ഞിട്ടുണ്ട്. അത് പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൈവരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ്. INS വിക്രാന്ത്, ബ്രഹ്മോസ് മിസൈൽ, ആത്മനിർഭർ ഭാരത് ഇതെല്ലാം പ്രധാനമന്ത്രി പരാമർശിക്കുകയുണ്ടായി. हमारी ब्रह्मोस और आकाश जैसी मिसाइलों ने ऑपरेशन सिंदूर में भी अपनी क्षमता साबित की है। ब्रह्मोस को तो नाम ही ऐसा है कि सुनते ही कई लोगों को चिंता हो जाती कि ब्रह्मोस आ रहा है क्या। अब दुनिया के कई देश इन मिसाइलों को खरीदना चाहते हैं। मुझे विश्व के जो भी लोग मिलते हैं उनकी इच्छा एक होती है कि हमें भी मिल जाए. ഇത്തവണത്തെ ദീപാവലി സൈനികർക്കൊപ്പമാണ് പ്രധാനമന്ത്രി ആഘോഷിച്ചത്. ആ കാഴ്ചകൾ, ആ പ്രസംഗമാണ് അതിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ കേട്ടത്. ദിവിഷ് മണി നമുക്കൊപ്പം ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ദിവിഷ്, സൈനിക വേഷത്തിൽ വേണമെങ്കിൽ അങ്ങനെ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനമന്ത്രി ഏറ്റവും സ്പെസിഫിക് ആയി പറഞ്ഞത് ആത്മനിർഭർ ഭാരത്, അത് ഡിഫൻസിൽ എങ്ങനെയാണെന്നുള്ളത്. നമുക്കറിയാം ഏപ്രിൽ പെഹൽഗാം, അത് കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ, ആ ഘട്ടത്തിൽ രാജ്യത്തോട് നമ്മൾ ആ മേഖലയിൽ എത്രത്തോളം പുരോഗതി കൈവരിച്ചു എന്നുള്ളത് പറയുക കൂടിയാണ് അദ്ദേഹം ചെയ്തത്. അല്ല, ഇന്ന് ഈ INS വിക്രാന്ത് തന്നെ ദീപാവലി ആഘോഷങ്ങൾക്കായി തിരഞ്ഞെടുത്തതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം 2022 കൊച്ചിൻ ഷിപ്പ്യാർഡ് നമുക്ക് കൂടുതൽ അഭിമാനിക്കാവുന്നതാണ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ യുദ്ധവിമാന വാഹിനി കപ്പലാണ്. അപ്പോൾ അവിടെ തന്നെ വരിക. INS വിക്രാന്തിൻ്റെ ഒരു പ്രാധാന്യം അദ്ദേഹം പ്രത്യേകം സൂചിപ്പിച്ച് നമുക്കറിയാം. ആരോഗ്യ ഓർമ്മയുണ്ടല്ലോ, അന്ന് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമ്മുടെ സേനാ മേധാവികൾ ഇരിക്കുമ്പോൾ നമ്മുടെ നാവികസേനാ മേധാവി അദ്ദേഹം പറഞ്ഞതാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ എവിടെയൊക്കെ കൃത്യമായിട്ടുണ്ട്, വിക്രാന്ത് എവിടെ ഉണ്ടായിരുന്നു, വിക്രാന്തിൻ്റെ പരിധിയിൽ പാകിസ്ഥാൻ എവിടെയൊക്കെ വരും എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതാണ് അദ്ദേഹം ഉറക്കം കെടുത്തി എന്ന് പറഞ്ഞത്. ഒപ്പം അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ബ്രഹ്മോസിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. ബ്രഹ്മോസ് എന്ന് കേൾക്കുമ്പോഴേ ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാകുമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയുണ്ടായി. ഒപ്പം പറഞ്ഞത് ബ്രഹ്മോസിൻ്റെ ആവശ്യം. അപ്പോൾ നമുക്കറിയാം, നിലവിൽ ഫിലിപ്പീൻസുമായിട്ടാണ് ഒരു ഡീലുള്ളത്. അവർക്ക് നമ്മൾ സപ്ലൈ ചെയ്ത് തുടങ്ങി. വിയറ്റ്നാം, ഇന്തോനേഷ്യ അവരൊക്കെ ആയിട്ടുള്ള ആ ഡീല് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ്. വലിയ തുകയ്ക്കുള്ള ഡീലാണ്. ഒപ്പം തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, UAE അടക്കമുള്ള ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളൊക്കെ ബ്രഹ്മോസിന് ആവശ്യക്കാരായിട്ട് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒരു വിജയം നമ്മുടെ പ്രതിരോധ മേഖലയ്ക്ക് ഉണ്ടാക്കിയ കുതിപ്പ് വളരെ വലുതാണ്. അത് 50,000 കോടിയും കടന്ന് നമ്മൾ വളരെ വേഗത്തിൽ 1,00,000 കോടിയിലേക്ക് നമ്മുടെ വാർഷിക വിറ്റുവരവ് എന്ന നിലയിലേക്ക് പോകാനുള്ള അതിൻ്റെ ഓരോ പടികളും കടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് INS വിക്രാന്തിൽ വരുമ്പോൾ തന്നെ ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായത് എത്രയധികം നാവിക കപ്പലുകൾ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകളാണ്. കൊൽക്കത്തയിലുണ്ടാക്കുന്നത്, മഡ്ഗാവിലുണ്ടാക്കുന്നത്, കൊച്ചിയിലുണ്ടാക്കുന്നത്, അങ്ങനെ ഓരോ ഫ്ലീറ്റ് തിരിഞ്ഞ്, ഓരോ ബാച്ച് തിരിഞ്ഞ് അതിങ്ങനെ ഇന്ത്യയുടെ നാവികസേനയുടെ കരുത്ത് ഇങ്ങനെ അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട 2 ദിവസം മുമ്പാണ് തേജസിൻ്റെ പുതിയ പതിപ്പ് നമ്മൾ നാസിക്കിൽ പരീക്ഷണ പറക്കൽ നടത്തി. അത് തേജസ് എത്രയും വേഗം നമ്മുടെ ഒരു 5ാം തലമുറ വിമാനം നമുക്ക് സ്വന്തമാക്കണം. അത് തേജസ്സിലൂടെ ആകും. അത് വൈകി പോകുമോ, എൻ്റെ എൻജിൻ വരുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങൾ, അത് വൈകി പോകുമെന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അത് വളരെ വേഗത്തിൽ അത് മുന്നോട്ട് പോകുന്നു. രാജ്നാഥ് സിംഗൊക്കെയാണ് അതിൻ്റെ ആദ്യ ഫ്ലൈറ്റ് ഉദ്ഘാടനം ചെയ്യാൻ അവിടെ എത്തിയത്. അപ്പോൾ ആകാശത്ത് അല്ലെങ്കിൽ കടലിൽ, കരയിൽ ഒക്കെ നമ്മുടെ സൈനിക തലത്തിൽ നമുക്കുണ്ടാക്കിയ വളർച്ച, അതിൻ്റെ ഒരു വലിയ അത് പ്രകടിപ്പിക്കാനുള്ളൊരു അവസരമായി ഒരു കണക്കിൽ പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ മാറിയെന്ന് പറയാം. അത് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള, കാരണം ഇന്ത്യയായിട്ടുള്ള ഡീല് മറ്റു പല രാജ്യങ്ങളെക്കാളും വെച്ച് നോക്കുമ്പോൾ ഈ രാജ്യങ്ങൾക്ക് ലാഭകരമാണ്. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ആയുധമാകുന്ന പോലെയല്ല, അതിലും വില കുറഞ്ഞ രീതിയിൽ കൂടുതൽ മികവുള്ള, നമ്മുടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡ്രോണുകളൊക്കെ അടിച്ചിടുന്നത് നമ്മുടെ സ്വന്തം ചിലവില്ല. അത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് മിസൈൽ വേധ അല്ലെങ്കിൽ ഡ്രോൺ വേധ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിന് ആവശ്യക്കാർ ഏറുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം INS വിക്രാന്തിൽ നിന്നത് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ശക്തി ബോധ്യപ്പെടുത്തുകയാണ്. ഒപ്പം പ്രതിരോധ മേഖലയിൽ നമുക്കുണ്ടാകുന്ന കുതിപ്പ്, അത് ഒരുപാട് തൊഴിലവസരങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ. ശരി, എന്തായാലും പ്രതിരോധ മേഖലയിൽ ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകുന്നു, ഇന്ത്യയുടെ കുതിപ്പ് അതെങ്ങനെയാണ് എന്നുള്ളത് കൂടിയായിരുന്നു ഈ ദീപാവലി ദിനത്തിൽ തന്നെ ജനങ്ങളോട് പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത്.